അവിടെ വഞ്ഞുരുകി എന്ന് പറഞ്ഞാലും നമ്മളിപ്പം സഭയുടെ കാര്യം പറഞ്ഞു, മഠത്തിന്റെ കാര്യം പറഞ്ഞു, ജില്ലാടിസ്ഥാനത്തിൽ മന്ത്രിമാർ എല്ലാ ജില്ലക്കാർക്കും ഞങ്ങൾക്കൊരു മന്ത്രി വേണമെന്നൊരു ആഗ്രഹിക്കാം, എല്ലാവർക്കും ആഗ്രഹിക്കാമല്ലോ. അപ്പോൾ കോഴിക്കോട് ജില്ലയ്ക്ക് മന്ത്രിമാരില്ലാത്തതിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ പ്രതിഷേധമാണ്. പുറമേരിയിൽ പരസ്യ പ്രതിഷേധത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് UDF പ്രവർത്തകർ. വൈകിട്ട് പ്രവർത്തകരുടെ പ്രകടനമുണ്ട്. പാറയ്ക്കൽ അബ്ദുള്ളയെ മന്ത്രിയാക്കാത്തതിലുള്ള ലീഗിനുള്ള പ്രതിഷേധവുമുണ്ട്. വർഷ ഗിരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വർഷ, സോഷ്യൽ മീഡിയയിലെല്ലാം കോഴിക്കോടിനൊരു മന്ത്രി വേണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഒരുപാട് പ്രവർത്തകർ. അത്തരത്തിലൊരു പരസ്യ പ്രതിഷേധത്തിലേക്കൊക്കെ നീങ്ങുന്നുണ്ടല്ലേ? തീർച്ചയായും അനൂപ്, കോഴിക്കോട് ജില്ലയ്ക്ക് ഒരു മന്ത്രി പോലും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ UDF പ്രവർത്തകരെ സംബന്ധിച്ച് ഏറ്റവും നിരാശ നൽകുന്ന കാര്യം. ഈ കഴിഞ്ഞ തവണത്തെ എല്ലാം അപേക്ഷിച്ച് നോക്കിയാൽ ഇത്തവണ UDFന് ഏറ്റവും കൂടുതൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞ ജില്ലയാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. 13 സീറ്റിൽ 12 സീറ്റുകളും നേടി UDF ഇവിടെ വലിയൊരു വിജയം തന്നെയാണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ 25 വർഷമായി കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ വലിയൊരു പരാജയമുള്ള ജില്ലയായിരുന്നു കോഴിക്കോട്. എന്നാൽ ഇത്തവണ അതെല്ലാം തന്നെ തരണം ചെയ്തുകൊണ്ടാണ് 13-ൽ 12 സീറ്റുകളും നേടി UDF അധികാരത്തിലെത്തിയത്. അതിൽ തന്നെ 6 സീറ്റുകൾ മത്സരിച്ച 6 സീറ്റിൽ 6 നേടിയാണ് ലീഗ് വിജയം ഉറപ്പിച്ചത്. അങ്ങനെ ഈ സാഹചര്യത്തിലെല്ലാം ലീഗിന്റെ ഈ പാറയ്ക്കൽ അബ്ദുള്ളയുടെ പേര് മന്ത്രിസ്ഥാനത്തേക്ക് പല ചർച്ചയിലെല്ലാം ഉന്നയിക്കപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ആ ഒരു മന്ത്രിസ്ഥാനം നൽകത്തിൽ വ്യാപക പ്രതിഷേധമാണ് കുറ്റ്യാടി, പേരാമ്പ്ര, ബാലുശ്ശേരി, നാദാപുരം അടക്കമുള്ള പല മേഖലകളിൽ നിന്നും ഉയർന്നു വരുന്നത്. എന്തായാലും മന്ത്രി ഇല്ലാത്തതിൽ വ്യാപക പ്രതിഷേധവുമായി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള പോസ്റ്റുകളെല്ലാം തന്നെ പ്രചരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുറമേരിയിൽ പരസ്യ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് UDF പ്രവർത്തകർ എന്നുള്ള ഒരു വിവരം കൂടെ പുറത്തു വരുന്നുണ്ട്. വൈകിട്ട് പ്രതിഷേധം നടത്താനാണ് UDF പ്രവർത്തകരുടെ തീരുമാനമെന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും പാറയ്ക്കൽ അബ്ദുള്ളയുടെ പേര് പലപ്പോഴും ചർച്ചയിലെല്ലാം ഉണ്ടായിട്ടും ഒരു മന്ത്രിസ്ഥാനം നൽകത്തിൽ വ്യാപക പ്രതിഷേധം തന്നെയാണ്. എന്തായാലും കോഴിക്കോട് ജില്ലയ്ക്ക് പ്രതിഷേധമുണ്ട്. മന്ത്രിമാർ വേണമെന്ന് കോഴിക്കോട് ജില്ല ആവശ്യപ്പെടുന്നുണ്ട്. അത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് വലിയ പ്രതിഷേധം. അത് ഡയറക്റ്റായി പ്രതിഷേധിക്കാൻ തന്നെ കോഴിക്കോട് ജില്ല തീരുമാനിച്ചിരിക്കുകയാണ്, പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കോഴിക്കോട് അണികൾ ഹാപ്പിയല്ല, അവരെ എങ്ങനെ ഹാപ്പി ആക്കും എന്നാണ് ഇനി ലീഗ് ചിന്തിക്കേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.